ഫിലിമിനാറ്റിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രേക്ഷക പ്രീതിയും പ്രശംസയും ഏറ്റുവാങ്ങിയ പ്രഭാസ് നാഗാഷിൻ പാൻ ഇന്ത്യൻ ചിത്രം കൽക്കി 2898 ADയുടെ ഔദ്യോഗിക കളക്ഷൻ പുറത്തുവിട്ടു. നിർമ്മാതാക്കളായ വൈജയന്തി മൂവീസ് ആണ് സോഷ്യൽ മീഡിയയിലൂടെ ചിത്രത്തിന്റെ കളക്ഷൻ പുറത്തുവിട്ടത്. 1000 കോടി ക്ലബ്ബ് എന്ന മാന്ത്രിക സംഖ്യ ചിത്രം പിന്നിട്ടു കഴിഞ്ഞു. ആഗോളതലത്തിൽ ചിത്രം ഇതുവരെ 1100 കോടി രൂപ സ്വന്തമാക്കിയെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു. ഈ വർഷം 1000 കോടി ക്ലബ്ബ് എന്ന നേട്ടത്തിലെത്തുന്ന ആദ്യത്തെ ചിത്രമെന്ന നേട്ടവും കൽക്കി സ്വന്തമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഷാരുഖ് ഖാൻ നായകനായി എത്തിയ ജവാൻ, പഠാൻ എന്നീ ചിത്രങ്ങൾ 1000 കോടി ക്ലബ്ബിൽ ഇടം നേടിയിരുന്നു. അധികം വൈകാതെ ഷാരുഖ് ചിത്രം ജവാനെ കളക്ഷനിൽ കൽക്കി പിന്നിടുമെന്നാണ് അനലിസ്റ്റുകൾ നിരീക്ഷിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം 1148 കോടി രൂപയാണ് അറ്റ്ലി സംവിധാനം ചെയ്ത ജവാൻ സ്വന്തമാക്കിയത്. ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിൽ ആമിർ ഖാൻ നായകനായി എത്തിയ ദംഗൽ ആണ് ഇന്ത്യൻ ചിത്രങ്ങളിൽ മുന്നിൽ. 2016 പുറത്തിറങ്ങിയ ചിത്രം ചൈനയിലെ റിലീസിന് പിന്നാലെ ആഗോളതലത്തിൽ 2023 കോടി രൂപ സ്വന്തമാക്കിയിരുന്നു. ഇന്ത്യൻ മിത്തോളജിയിൽ വേരൂന്നി പുരാണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭാവിയെ തുറന്നു കാണിക്കുന്ന സയൻസ് ഫിക്ഷനാണ് കൽക്കി 2898 AD. കാശി, കോംപ്ലക്സ്, ശംബാള എന്നീ 3 ലോകങ്ങളുടെ കഥ പറയുന്ന ചിത്രത്തിൽ BC 3101 മഹാഭാരതത്തിന്റെ ഇതിഹാസ സംഭവങ്ങൾ മുതൽ AD 2898 സഹസ്രാബ്ദങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന യാത്രയാണ് ദൃശ്യാവിഷ്കരിച്ചിരിക്കുന്നത്. 2024 ജൂൺ 27 ചിത്രം തിയേറ്റർ റിലീസ് ചെയ്തത്. അമിതാഭ് ബച്ചൻ, കമൽ ഹാസൻ, ദീപിക പദുക്കോൺ, ദിഷ പട്ടാനി, വിജയ് ദേവരകൊണ്ട, ദുൽഖർ സൽമാൻ തുടങ്ങിയ വമ്പൻ താരങ്ങൾ അണിനിരന്ന ചിത്രത്തിൽ ഭൈരവയായി പ്രഭാസ് എത്തുമ്പോൾ നായിക കഥാപാത്രമായ സുമതിയായി പ്രത്യക്ഷപ്പെടുന്നത് ദീപിക പദുക്കോണാണ്. മറ്റു സുപ്രധാന കഥാപാത്രങ്ങളായ അശ്വത്ഥാത്മാവിനെ അമിതാഭ് ബച്ചനും, യസ്കിനെ കമൽഹാസനും, ക്യാപ്റ്റനെ ദുൽഖർ സൽമാനും, റോക്സിയെ ദിഷ പട്ടാനിയും അവതരിപ്പിച്ചു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.